അത്ര എളുപ്പത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോ നിങ്ങൾക്ക് ഇടപെടാനോ സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയ്ക്കകത്തേക്ക് ഈ നാട്ടിലെ ഗവർണറിന്റെയും ചാൻസലറിന്റെയും സംഘപരിവാര താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇപ്പൊ കാണുന്ന തരത്തിലേക്ക് തകർക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ കേരളത്തിനകത്ത് സർവകലാശാലയ്ക്കകത്തേക്ക് ഈ വിസിക്കുന്നല്ല, കേരളത്തിലെ ഗവർണറിന്റെ കൊട്ടേഷൻ എടുക്കുന്ന ഒരു വിസിക്കും അത്ര എളുപ്പം കടന്നു കയറാൻ കഴിയുകയില്ല. അതുകൊണ്ട് സംസ്കൃത സർവകലാശാലയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാത്ത PhD അവാർഡ് ചെയ്യാൻ വിസമ്മതിച്ചു നിൽക്കുന്ന, ഇവിടുത്തെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ സൂപ്പർഫൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, പ്രിന്റഡ് സർട്ടിഫിക്കറ്റിനകത്തെ ടെക്നിക്കൽ പരിഹരിക്കാൻ കഴിയാത്ത ഡോക്ടർ സിഷ തോമസെ, നിങ്ങളോട് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയാണ്, ഇവിടുത്തെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. സ്നേഹ പുരസ്സരം, ബഹുമാന പുരസ്സരം, ആദരവോടെ നിങ്ങളുടെ വിദ്യാസമ്പന്നതയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയാണ്, നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം. നിങ്ങൾ വിദ്യാർത്ഥികളെ കേൾക്കണം, സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം. നിങ്ങൾ ഇരിക്കുന്നത് ഒരു വൈസ് ചാൻസലർ പദവിയിലാണ്. ഒരു സർവകലാശാലയെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒട്ടനവധി പ്രഗത്ഭന്മാരെയും പ്രഗത്ഭന്മതികളെയും ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന, സമ്മാനിക്കാൻ കഴിയുന്ന ഒരു സർവകലാശാലയുടെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദരിദ്ര നാരായണന്മാരായിരിക്കുന്നവരുടെ മക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി പഠിച്ചു കയറുന്ന, പഠിച്ചു പുറത്തേക്ക് പോയി അവസരങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ ഉന്നതിക്ക് വേണ്ടി, ഈ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ സാമൂഹികമായ പരിച്ഛേദനത്തിന് വേണ്ടി, സാമൂഹികമായ മുന്നേറ്റത്തിന് വേണ്ടി ഈ നാടിനെ കളമൊരുക്കുന്ന വിദ്യാർത്ഥികൾ, പ്രതീക്ഷകളായിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഈ അവരുടെ ഭാവിയെ തുലാസിലാക്കുന്ന ശ്രമത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം. നിങ്ങൾ ഈ സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ തർക്കങ്ങളും പരിഹരിക്കണം. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അഹന്തയാണ് നിങ്ങളുടെ മുഖവരയെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ ഭാവമില്ലാത്തതാണ് നിങ്ങളുടെ മുഖവരയെങ്കിൽ, നിങ്ങളുടെ ആമുഖത്തിൽ എല്ലായിടത്തും ഞങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കാനും മുഖം തിരിഞ്ഞു നിൽക്കാനുമാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മുഖം തിരിച്ചാലും നിങ്ങളുടെ മുഖത്തിന് മുന്നിൽ വന്ന് രാഷ്ട്രീയം പറയാനും ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ തെരുവിൽ തന്നെ സമരം നയിക്കാനും കരുത്തോടുകൂടി ഈ നാട്ടിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനയാണ് കേരളത്തിൽ SFI എന്ന് പേരിട്ടുകൊണ്ട് ഈ ക്യാമ്പസുകളെ വിദ്യാർത്ഥികൾ വിളിച്ചത്. ആ വിദ്യാർത്ഥി സംഘടന ഏറ്റവും ആവേശത്തോടു കൂടി തന്നെ ഈ സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ പറയുകയാണ്, ഇവിടെ അടിയുറച്ച് നിൽക്കുകയാണ്. ഈ സമരത്തിന് തീരുമാനം ഉണ്ടാകുന്നത് വരെ അനിശ്ചിതകാലമെങ്കിൽ അനിശ്ചിതകാലമായ ഒരു സമരത്തിലേക്ക് നീങ്ങാൻ SFI അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ, ഈ സർവകലാശാലയുടെ വീഴ്ചയടക്കമുള്ള ആളുകൾ ഈ തീരുമാനം എടുക്കുന്നത് വരെ അത്യുജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ SFI സംസ്കൃത സർവകലാശാലയിലേക്ക് ഇനിയും നിരന്തരമായ സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇൻക്ലാബ്